ചേച്ചി, ആ സ്ത്രീയോടൊരു കാര്യം പറഞ്ഞേക്കണം. മേലിൽ എന്റെ മുമ്പിൽ വന്നേക്കരുതെന്ന്. എനിക്കവരെ കാണുന്ന തന്നെ അറപ്പാ. ഋതുമോൾ എവിടെ എടുത്തി? മോള് റൂമിലുണ്ട് യാമിനി. കുളിക്കാൻ തോന്നുന്നു. ഏട്ടത്തിന്ന കോഫി കുടിച്ചോണ്ടിരിക്കേ. ഞാനേ സ്റ്റൗവിൽ 1-2 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ വരാമേ. യാമിനി ചെല്ല്, കാര്യങ്ങൾ നടക്കട്ടെ. ഞാനിപ്പോ വരാം. പ്രതാപ, നീ എങ്ങോട്ടായി രാവിലെ? ഒരു മീറ്റിംഗ് ഉണ്ട് ചേച്ചി. പാർട്ടി ഓഫീസിൽ ചെന്നിട്ട് വേണം പോവാൻ. പോയിട്ടാ രാവിലെ എന്തായാലും ഒരു അടി നടക്കും. അവളെ വാതിൽക്കൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപശകുനം. നേരം വെളുത്തപ്പോഴേ ഈ ശല്യം വന്ന് നടവാതിൽക്കൽ നിൽക്കുകയാണല്ലോ. അതെ ഏട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. ഏട്ടന്റെ കുഞ്ഞിനെ പ്രസവിച്ച് സ്ത്രീ അവിടെ നിൽക്കുന്നത്. വേണ്ട, ഞാനൊരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനിപ്പുറത്തേക്ക് കടക്കരുത്. എന്ത് ചെയ്യാൻ പറ്റും പ്രതാപ? നീ തൽക്കാലം ക്ഷമിക്ക. ജീവിതത്തിൽ നിന്നും തൂത്തെറിഞ്ഞാലും അട്ടേ പോലെ കയറി വരും ചില കീടജന്മങ്ങൾ. ശകുന മോശം ചേച്ചി. ഞാൻ ഇനി മീറ്റിങ്ങിന് പോകുന്നില്ല. നീ ഇനി പോവണ്ട മോനെ, വെറുതെ നെഗറ്റീവ്. ചേച്ചി, ആ സ്ത്രീയോടൊരു കാര്യം പറഞ്ഞേക്കണം. മേലിൽ എന്റെ മുമ്പിൽ വന്നേക്കരുതെന്ന്. എനിക്കവരെ കാണുന്ന തന്നെ അറപ്പാ. ഞാൻ പറയാം, നീ ഒന്ന് സമാധാനപ്പെട്. ഞാനതൊക്കെ കൈകാര്യം ചെയ്തോളാം. നീ വാ. ഏട്ടത്തി, എന്തു പറ്റി? എന്താ ചെറിയമ്മേ? അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പത്മേടത്തി രാവിലെ ഇവിടെ ഇരുന്നത് പ്രതാപേട്ടന് ഇഷ്ടപ്പെട്ടില്ല. ഞാനിപ്പോ വരാം. വർമ്മ സാറേ, സാറ് ടെൻഷൻ അടിക്കില്ലേ? ചില തെറ്റിദ്ധാരണകള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യരുത്. എന്നെ അഡ്വൈസ് ചെയ്യാൻ വന്ന കൺട്രോൾ വിട്ട് ഞാൻ പലതും പറഞ്ഞിരിക്കും. മനസ്സിലായോടാ? അമ്മ വിഷമിക്കാതെ. ഇതെന്തൊക്കെയാ ഈ വീടിനകത്ത് നടക്കുന്നത്? എന്നോടാണ് ചോദിക്കുന്നത്. എന്റെ നേരെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അമ്മ വാ. എന്തായാലും അവര് തമ്മിലുള്ള അടി തുടങ്ങി. ഇനി ഡിവേഴ്സിലേക്ക് അത് എത്തിക്കണം.
എന്താ മോളെ നീ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ലമ്മേ. എടുത്തി ഇതൊന്നും കണ്ട് പിന്മാറരുത്. ആ സ്ത്രീ ഏട്ടന്റെ മനസ്സിലേക്ക് നിറച്ചിരിക്കുന്ന അപവാദങ്ങളും അഴുക്കുകളും അത്രയേറെയുണ്ട്. അതാ പ്രതാപേട്ടനെ പോലെ ഇത്ര വലിയൊരു മനുഷ്യൻ ഇത്ര നീചമായി പെരുമാറിയത്. എന്നാലും അത് സഹിക്കാൻ പറ്റുന്നില്ല യാമിനി. പത്മേടത്തി ഇക്കാലം അത്രയും അനുഭവിച്ചതിനേക്കാൾ വലുതൊന്നുമല്ലല്ലോ ഇത്. എന്നാലും ഞാൻ ഇത്രയേറെ സ്നേഹിച്ചൊരു മനുഷ്യനെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമ്പോ ഏട്ടത്തി സ്നേഹിച്ച് ആ മനുഷ്യനല്ലല്ലോ ഇതൊന്നും പറയുന്നത്. അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കുമിഞ്ഞു കൂടിയിരിക്കുന്ന വിഷമല്ലേ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. പോവാൻ പറ. യാമിനി, ഞാനങ്ങ് പോയേക്കാം. ഞാൻ അങ്ങനെ വിചാരിക്കാം. ഋതുമോളെ ഈ തീച്ചുളിയിലേക്ക് എറിഞ്ഞിട്ടോ? ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നേ? ഏട്ടത്തി എവിടുന്ന് എങ്ങനെങ്കിലും പുറത്തു ചാടിക്കാൻ ആ അംബിക പല അഭ്യാസവും പയറ്റും. അതിന്റെ ചില ഭാഗങ്ങളാ അല്പം മുമ്പ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കേ വേണ്ട. ഏട്ടത്തി എവിടുന്ന് പോവരുത്. അത് മാത്രല്ല, പത്മേടത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചതുപോലെ ആ അംബിക പ്രതാപേട്ടനെയും ഇല്ലാതാക്കാനുള്ള പുറപ്പാടാ. ഇത് തിരിച്ചറിയണം. പ്രതാപേട്ടനോട് സ്നേഹമുണ്ടെങ്കിൽ പത്മേടത്തി പോവരുത്. ഏട്ടനെ രക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നേ പറ്റൂ. ഇത് വലിയ ശല്യമായി പോയല്ലോ അമ്മേ. ഇവരെ എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് പുറത്താക്കണല്ലോ. ഞാനും അത് തന്നെ ആലോചിക്കുന്നേടാ. എങ്ങനെയെങ്കിലും അവളെയും അവളുടെ മോളെയും ഇവിടെ നിന്ന് കളഞ്ഞേ പറ്റൂ. ഈ വല്യമ്മ എന്ന് പറഞ്ഞൊരു കോന്തച്ചാര് എങ്ങനെയെങ്കിലും സ്റ്റഡിയായിട്ട് നിന്നാ മതിയായിരുന്നു. എങ്കിൽ നമുക്കവളെ പുല്ല് പോലെ പുറത്താക്കായിരുന്നു. അവൻ സ്റ്റഡിയാവാത്തതേ ഇതിനകത്തൊരു നിയമപ്രശ്നമുണ്ട്. എന്ത് നിയമപ്രശ്നം? എടാ, ഇവിടുത്തെ സ്വത്ത് മുഴുവൻ സൂര്യമംഗലത്തെയാ. മുൻ ആധാരങ്ങളിലൊക്കെയും പത്മയ്ക്കും ഋതികയ്ക്കും തുല്യ അവകാശമുണ്ട്. അപ്പോ അമ്മയ്ക്കിതിൽ അവകാശമൊന്നുമില്ലേ? എന്തവകാശം? അവകാശം ഉണ്ടാക്കാനല്ലേ ഋതിക പ്രതാപന്റെ മകളല്ലെന്നും പത്മ അവിഹിതക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അടിച്ച് പുറത്താക്കിയത്. എവിടെ പോയാലുവേ ആധാരത്തിലുള്ള അവകാശം ഇല്ലാതാവില്ലല്ലോ. അതുമാത്രമല്ല, സെൽഫ് ഗോൾ അടിച്ച അവസ്ഥയിലുമായി. പത്മ പോയതിന്റെ ഇരട്ടി ശക്തിയിൽ തിരിച്ചു വന്നില്ലേ? അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറക്കിയാലേ നമുക്ക് രക്ഷയുള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്.